ഡെറിസാറിന്റെ ഈ ചായത്തിക്കുട്ടി. രചന നിഹ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സർ, മേ ഐ കം ഇൻ? നീട്ടി വലിച്ചുള്ള അവളുടെ വിളികൾക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ അടക്കം എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. അതുവരെ സമാധാനത്തോടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതിന്റെ മുഖത്ത് ദേഷ്യം പറയാൻ അധികം സമയമെടുത്തില്ല. ഗെറ്റ് ഔട്ട്! കൂടുതൽ പ്രഭാഷണത്തിൽ കഥാവൻ പറഞ്ഞതും ടെസ കുട്ടികൾ ആരും കാണാതെ അവനൊരു ഫ്ലൈയിങ് കിസ്സും കൊടുത്ത് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ഇതാണ് തെരേസ ജേക്കബ്. ജേക്കബിന്റെ വല്യമ്മച്ചി തെരേസ മരിച്ച് 3 മാസം കഴിഞ്ഞായിരുന്നു ജേക്കബിന് ഒരു പെൺകുഞ്ഞ് ജനിച്ച്. വല്യമ്മച്ചിയുടെ ഓർമ്മക്കായി അവൾക്ക് തെരേസ എന്ന പേരും ഇട്ടു. എന്നാൽ പണി കിട്ടിയത് തെരേസക്കല്ലേ. നല്ല നല്ല മോഡേൺ പേരുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചു സ്വയം ടെസയായി പ്രഖ്യാപിച്ചു. തമിഴ് ഭേദം തൊമ്മനെന്ന് മാത്രം. എങ്കിലും സർട്ടിഫിക്കറ്റുകളൊന്നും ഒരു മാറ്റവുമില്ല. ടെസ ഇപ്പോൾ എം.കോം ലാസ്റ്റ് ഇയർ ആണ്. ടെസക്കൊരു അനിയൻ കൂടെയുണ്ട്, ജോഷുവ എന്ന ജോക്കുട്ടൻ. ടെസയുടെ മാത്രം ജോട്ടു, അതേപോലെ ജോട്ടുവിന്റെ മാത്രം ത്രേസ്യ. രണ്ടുപേർക്കും അങ്ങനെ വിളിക്കുന്ന കണ്ണിൽ കണ്ടുകൂടാ. അതുകൊണ്ട് മാത്രം മറ്റേയാൾ വിളിക്കുന്നു. നേരത്തെ ടെസയും നിഷ്കരണം ഗെറ്റൗട്ട് അടിച്ച ആളാണ് ഡെറിക് എബ്രഹാം. ആളെ പറ്റി നമുക്ക് വിശദമായി തന്നെ പിന്നെ പരിചയപ്പെടാം. എന്തോന്നടേ, ഇന്നും അങ്ങേര് ഗെറ്റൗട്ട് അടിച്ചോ? സ്വസ്ഥമായി ക്യാൻറ്റീനിൽ നിന്ന് പപ്സും ലൈമും കുടിക്കുമ്പോഴാണ് ടെസ് ഒരു അശരീരി കേട്ടത്. തലയിരിച്ചു നോക്കിയപ്പോൾ കണ്ടു അനിയന്തിന്റെ. പറയും പോലെ പുള്ളി ഇവിടെ തന്നെയാണ്. ചേച്ചിയുടെ മാതൃക പിൻപറ്റി ബീക്കോം. അധികം കെണിക്കല്ലേ, നിന്നെ പുറത്താക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ ഉരുണ്ടടിക്കുന്നത്? അതിന് ജോന്ന് നന്നായി ഇളിച്ചു കാണിച്ചു കൊടുത്തു. എന്താ നോക്കുന്നേ? ടെസ് മുഖം ചുളി ചോദിച്ചപ്പോൾ അതേ ഇളിയോടെ തന്നെ ജോ അവൾ കഴിച്ച പകുതിയായ പപ്സിലേക്ക് കണ്ണു നട്ടു. അവന്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ ടെസ ബാക്കി വന്ന് ഒറ്റവായിലാക്കി കമിഴ്ത്തി. ആരിത്? ടെസയോ? എന്റേതാ കൊച്ചേ മുഖത്തൊരു വാട്ടം. മറിയയുടെ ചോദ്യം കേൾക്കെ ടെസ് ഒന്നുകൂടെ ചുണ്ടുവിളുത്തിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. കോളേജ് വിട്ട് സ്വന്തം വീട്ടിൽ പോലും കയറാതെ ടെസ് ഓടി വന്ന അവിടെ മറിയാമ്മയുടെ വീട്ടിലാണ്. ടെസ്സയുടെ അമ്മ ആലീസിന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു മരിയ. കോളേജിൽ പഠിക്കുന്ന സമയം സീനിയറായ എബ്രഹാമായിട്ടുള്ള പ്രണയത്തെ തുടർന്നുള്ള ഒളിച്ചോട്ടത്തിൽ ഇരുവർ തമ്മിലുള്ള കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് കുറച്ചുകൊല്ലം മുമ്പ് മരിയ എബ്രഹാമും ജേക്കബിന്റെയും ആലീസിന്റെയും വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള വീടും പുരയിടവും മേടിച്ചത്. പിന്നീട് ജേക്കബ് എബ്രഹാമും പാർട്ണർഷിപ്പിൽ ബിസിനസ് ആരംഭിച്ചതോടുകൂടെ ഇരു കുടുംബവും ഒന്നുകൂടെ അടുത്തു. ഇന്നും ഡെറിച്ചൻ ഗെറ്റ് ഔട്ട് അടിച്ചു. കൊച്ചു പിള്ളേരെ പോലെ പറയുന്നവളെ കാണാൻ അതിയായ വാത്സല്യത്തോടെ മരിയ അവളുടെ തലയിൽ തലോടി. നീ ലേറ്റായി പോയിട്ടല്ലേ വച്ചേ? ഓ, അല്ലേലും അറിയാമെങ്കിൽ ഡെറിച്ചിനോടാണല്ലോ ചായവ്. സ്വന്തം മകനോളം വരില്ലല്ലോ വളർത്തുമകള്. ഒരനുനയത്തിനെന്ന പോലെ മരിയ പറഞ്ഞു. മൂക്കും പിഴിഞ്ഞുകൊണ്ട് ടെസ് ഞൊടിയാൻ തുടങ്ങി. എനിക്കിപ്പോ എന്നാ വേണ്ടത്? ഞാൻ അവനെ 2 പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കാം. അവസാനം അവൻ എന്റെ മെക്കിട്ട് കയറുമ്പോ അവിടെ തന്നെ കാണണം. പല്ലും കടിച്ച് മരിയ പറയുന്ന കേൾക്കെ ടെസ് എളിച്ചുകൊണ്ട് തലയാട്ടി. സാരി തുമ്പി ഇടുപ്പിൽ കുത്തി മാസായി നടക്കുന്ന മരിയയുടെ പുറകിൽ നെഞ്ചു വിരിച്ച് ടെസ്സയും നടന്നു. ഹാളിൽ നിന്ന് കോഫി അടിക്കുന്ന ഡെറിയെ കണ്ടതും രണ്ടുപേരൊന്ന് സ്റ്റക്കായി. ടെസ്സയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാദിച്ചങ്ങോട്ട് ചെന്നാൽ അവന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എങ്കിലും എന്ത് ചെയ്യാനാ? പറഞ്ഞില്ലെങ്കിൽ ടെസ്സ പിണങ്ങും. അവളെ പിന്നെ ഇണക്കാൻ ചില്ലറ പണിയൊന്നുമില്ല. ഇരു വീട്ടിലും കൂടെ ആകെയുള്ള പെൺതരിയായതുകൊണ്ട് വല്ലാതെ വഷളാക്കി തന്നെയാണ് അവളെ വളർത്തിയത്. എന്താ? തന്റെ മുമ്പിൽ നിന്ന് പരിങ്ങുന്നവരുടെ ആഗമനോദ്ദേശം പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ കൂടെ നെറ്റിയും ചുളിച്ച് ഡെറി ചോദിച്ചു. അത് നീ എന്നാത്തിനാടാ ഇന്നെന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞ്? വഴക്ക് പറയാൻ മാത്രമല്ല, നിഷ്കരണം ഗെറ്റ് ഔട്ട് അടിക്കുകയും ചെയ്തില്ലേ? ആണോ? നീ അങ്ങനെ ചെയ്തോടാ? ചെയ്തെങ്കിൽ? വലിയ കാര്യത്തിൽ മരിയ ചോദിച്ചതും കോഫി ഒന്നുകൂടെ സിപ്പ് ചെയ്തുകൊണ്ട് ഡെറി ഒരു മറുചോദ്യം ചോദിച്ചു. ചെയ്തെങ്കിൽ? പെരുവിരുത്തോണ്ട് മറിയാമ ടെസ്സയുടെ നേരെ തിരിഞ്ഞു. എനിക്ക് 2 ഷവർമയും 3 കോണും. അധികം ചിന്തിക്കാതെ തന്നെ ടെസ്സയുടെ ഭാഗത്തുനിന്ന് ഉത്തരവും വന്നു. അതിന് പരിഹാരമായിട്ട് ടെസ്സയ്ക്ക് നീ 2 ഷവർമയും 3 കോണും കൂടെ മസാല ദോശയും വാങ്ങി കൊടുക്കണം. എന്താ, പറ്റില്ലേ? ഇല്ല. കണ്ടോ മറിയാമേ, ഡെറി നീ എന്നാത്തിനാണ് ആ കൊച്ചിനെ വീണ്ടും വിഷമിപ്പിക്കുന്നത്? അതങ്ങ് മേടിച്ചു കൊടുത്തേക്കടാ. നിങ്ങളൊക്കെ ഇങ്ങനെ വഷളാക്കിയ ഇവളിങ്ങനെ ഗുണ്ടുമണിയായത്. അറിയാമേ, ഡെറി പറഞ്ഞതിന് മുന്നേ തന്നെ ടെസ്സയുടെ അലർച്ച ഹാളിൽ നിറഞ്ഞു. പണ്ടും ഡെറി ഇങ്ങനെ തന്നെയാണ്. ഗുണ്ടുമണിയെന്നും പാണ്ടക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവളെ ചൊറിയും. ടെസ്സക്കാണെങ്കിൽ അത് കേൾക്കുന്നേ കലിയാ. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവനങ്ങനെ അവൾ വിളിക്കുന്നത്. വലിയ പൊക്കമില്ലാത്ത കുറച്ച് ഉരുണ്ട ശരീരപ്രകൃതമാണ് ടെസ്സക്ക്. അത് തന്നെയാണ് അവളുടെ ചെയ്യലും. ഉണ്ടക്കവിളും ചിരിക്കുമ്പോൾ തെളിയുന്ന വലത്തെ കവിളിലെ നുണക്കുഴിയും താടി ചുഴിയും ഒക്കെയായി ആളൊരു ക്യൂട്ടിയാണ്. അത് അവൾക്കും അറിയാം. അങ്ങനെ ക്യൂട്ട്നെസ് വിളമ്പി വീട്ടുകാർക്ക് വിതരണം ചെയ്താണ് പല ഉട്ടായ്പോഴും ടെസ് നടത്തിയെടുക്കുന്നത്. ഡെറി, ഇനി നീ ഒന്നും പറയണ്ട. ഇവളെയും കൂട്ടി നീ ഇപ്പൊ തന്നെ മാളി പോകുന്നു. ആൾക്ക് വേണ്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നത്തോലി പോലെയുള്ള എന്റെ കൊച്ചിനെയാണ് അവൻ ഗുണ്ടുമണിയെന്ന് വിളിച്ചേക്കുന്നത്. നിന്റെ പപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു. മമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഇവളെയും കൊണ്ട് മാളി പോണം, അത്രയല്ലേ? ഞാൻ പോവാം. മരിയ ഇപ്പോഴൊന്നും പറഞ്ഞിരുത്തില്ലെന്ന് മനസ്സിലാക്കി മരിയ പറഞ്ഞിരുത്തുന്നതിന് മുമ്പേ അവൻ പറഞ്ഞു. എന്നിട്ട് തല ഒഴിഞ്ഞ് അവൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയി. പുറകെ തന്നെ മരിയയുടെ കവിളൊരു ഉമ്മയും കൊടുത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഓടി. നീ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാ? ലിപ്സ്റ്റിക്കും കയ്യിൽ പിടിച്ച് അതിനാ നോക്കുമ്പോഴാണ് പുറകിൽ ജോഷിന്റെ ശബ്ദം കേട്ടത്.
ഞാനേ ഡേറ്റിന് പോവാ. എന്തേ നീ കൂടെ വരുന്നോ? ഓ അപ്പൊ നീ ഡെറിച്ചന് കേട്ടോ. എന്തേ ട്രൂ ലവ് മാഞ്ഞു പോയോ? ഇവനെ കൊണ്ട് എടാ മണ്ട, ഞാൻ ഡെറിച്ചന്റെ കൂടെ എടാ പോകുന്നേ. എന്തേ ഞങ്ങൾക്ക് ഡേറ്റിങ്ങിന് പോയിക്കൂടെ? ചെറുതായി ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഇത് ഞാൻ വിശ്വസിക്കണം? +2 തൊട്ട് നീ അങ്ങയുടെ പുറകെ നടക്കുന്നല്ലേ? ഇപ്പൊ M.Com വരായി. എന്നിട്ടും അങ്ങേര് നിന്നോട് മര്യാദക്കൊന്നും ചിരിക്കാൻ പോലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യനെ നിന്നെ ഡേറ്റിങ്ങിന് കൊണ്ടുവന്ന് നീ ചിരിപ്പിക്കാന്ന് പോയത് രേച്ചി കൊച്ചേ. നീ പോടാ ചോട്ടു, നീ നോക്കോ. അങ്ങനെ കെട്ടി അങ്ങയുടെ 11 പിള്ളേരെയും പറ്റി അവരുടെ ഡയപ്പർ നിന്നെ കൊണ്ട് മാറ്റിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? കാട്ടുപൂച്ചയെ പോലെ ചീറിക്കൊണ്ട് പറയുന്നവളെക്കാണ് ജോഷി ഒന്ന് നെഞ്ചിൽ കൈവച്ചു. ആ പിടച്ചിലിനിടയിൽ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ വരയായിട്ടുണ്ട്. അത് കാണാൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ജോഷി തിരിഞ്ഞു നോക്കിയതും കാണുന്നത് പാനിന്റെ പോക്കൽ കൈയിട്ടുകൊണ്ട് വാൽച്ചാരി ഗൗരവത്തോടെ നിൽക്കുന്ന ഡെറിയാണ്. ആ നൃത്തം കണ്ടാൽ അറിയാം അവൾ ആ പറഞ്ഞൊക്കെ കേട്ടു കാണുമെന്ന്. ഉള്ളിലായി ചിന്തിച്ചുകൊണ്ട് ജോ ഡെറിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടോ അതൊരു ഇളിയായി മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. ഡെറിച്ച. പിന്നെ കൂടുതൽ ഡെക്കറേഷനുകൾക്ക് ആ ജോ താഴേക്ക് ഓടി. ചെക്കിന് ഡെറിയെ ചെറിയ പേടിയാണ്. ജോയെ നോക്കി പല്ലും കടിച്ച് മുഖവും വെട്ടിത്തിരിച്ച് കണ്ണാടിയിൽ നോക്കി. സ്മർജായ ലിപ്സ്റ്റിക് തുടക്കാൻ നേരം ടെസ്സയും കണ്ടിരുന്നു ചാരി നിന്ന ആ രൂപത്തെ. ഭർത്താവേ ഡെറിച്ചൻ, അല്ല കർത്താവേ ഡെറിച്ചൻ. ഉള്ളിലായ ഒരു ആന്തരോടെ ചിന്തിച്ചേർന്നു. ജോ ജീവനം കൊണ്ട് ഓടിയിരുന്നു. പേടിത്തൊണ്ടൻ ചോട്ടുതണ്ടി എന്നെ ഇടിച്ചു പോയി സാമദ്രോഹി. ഉള്ളിലായി ഞൊടിഞ്ഞതും കണ്ണാടിയിൽ കൂടെ ഡെറി അടുത്തേക്ക് വരുന്നവൾ കാണുന്നുണ്ടായിരുന്നു. ഈ 5-6 കൊല്ലത്തിനുള്ളിൽ ഒരു 500 തവണയെങ്കിലും ടെസ്സ നേരിട്ടോ അല്ലാതെ അവനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത എന്തോ ഒരു ടെൻഷൻ അവളെ ഇപ്പോൾ പൊതിയുന്നുണ്ട്. കണ്ണാടിയിൽ കൂടെ തന്റെ കണ്ണിൽ തന്നെ നോട്ടമുറിപ്പിച്ച് തന്റെ തൊട്ടുപിറകിൽ അവനിങ്ങനെ നിൽക്കുന്നുണ്ടാവാം. ഡെറിയുടെ വലം കൈ ടെസ്സയുടെ മുഖം ലക്ഷ്യമാക്കി ചലിച്ചു. ഇരുവരും കണ്ണാടി നോക്കിയാണ് നിൽപ്പ്. ടെസ്സയുടെ തൊട്ടുപിറകിലായി തന്നെയുള്ള ഡെറിയുടെ നിൽപ്പ് ആളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. അടുത്ത നിമിഷം ടെസ്സയെ ഞെട്ടിച്ചുകൊണ്ട് ഡെറിയുടെ വിരലുകൾ അവളുടെ അധരങ്ങളിൽ തൊട്ടില്ലെന്ന മട്ടിൽ സ്മേഡ്ജായ ലിപ്സ്റ്റിക് പതിയെ വളരെ സാവധാനം തുടച്ചു. പിൻകഴുത്തിലായി വീഴുന്ന അവന്റെ നിശ്വാസമോ വിരലുകളുടെ ചലനമോ ആത്മാവ് വലിച്ചെടുക്കും പോലെയുള്ള ആ നോട്ടമോ എന്തോ ടെസ്സയുടെ ശരീരത്തിൽ വിറയിൽ സൃഷ്ടിച്ചു. കാലുകൾക്ക് ബലമില്ലാത്ത പോലെ, തൊണ്ടക്കുഴിയിൽ ശ്വാസം പിടഞ്ഞു നിൽക്കുന്ന പോലെ, വയറ്റിൽ 1000 പൂമ്പാറ്റകൾ ചിറകടിക്കുന്ന പോലെ, ശരീരം തളരുന്ന പോലെ. ചെവിക്കരികളായി മന്ത്രം പോലെ അവൻ മൊഴിഞ്ഞതും ഇക്കിളിയെടുത്ത പോലെ ടെസ്സ തലവെട്ടിച്ചു. ഞാനൊന്ന് അടുത്തു വരുമ്പോഴേക്കും തളരുന്ന ഈ ടെസ്സയാണ് എന്റെ 11 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. വീണ്ടും രഹസ്യം പോലെ ഒരു ചോദ്യം. ടെസ്സ കേട്ടോ എന്ന് പോലും സംശയമാണ്. ടെസ്സ നീ മാറ്റിയോ? കണ്ണാടിയിൽ കൂടെ നോട്ടം പങ്കിട്ട് നിൽക്കുന്നവളെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചുകൊണ്ടായിരുന്നു താഴെയുന്ന ആലീസിന്റെ വിളി. മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവൾ ഒരു വട്ടം കൂടെ നോക്കി ഡെറി താഴേക്ക് നടന്നു. കുറച്ചു നിമിഷം കൂടെ അവിടെ തന്നെ പ്രതിമ പോലെ നിന്ന ടെസ്സയെ വീണ്ടും ആലീസ് വിളിച്ചപ്പോഴാണ് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് താഴേക്ക് പോയത്. സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്ന ജോഷിനെ. അവരെ നോക്കി ഐറോൾ ചെയ്ത് ടെസ്സ ടെറിയുടെ പുറകെ പോയി. ഇത്തവണയും അവൻ തന്നെ ബുള്ളറ്റിൽ കയറ്റാത്തതുകൊണ്ട് ചെറിയ പരിഭവത്തോടെയാണ് ടെസ്സ ഡിഫൻഡിൽ കയറിയിരുന്നത്. ടെസ്സ ഒളികണ്ണിട്ട് മെല്ലെ ഡെറിയെ നോക്കിയപ്പോൾ ഫുൾ ഫോക്കസിൽ ഡ്രൈവിംഗിലാണ്. എന്നാലും എന്തിനാ ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞ്? ഞാനത് ചത്തുപോയിരുന്നോ? രണ്ടാമത് പറഞ്ഞ് കേട്ടുപോലില്ല. ഒന്നുകൂടെ ചോദിച്ചാലോ? വേണ്ട, ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. സ്വയമേ ഉത്തരം കണ്ടെത്തിയ ആശ്വാസം കൊണ്ട് ടെസ്സ കുറച്ചു സമയം പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കെ ആളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. മനസ്സിൽ ആദ്യമായി ഡെറിയെ കണ്ട നിമിഷം നിറഞ്ഞു. ത്രിസ്യ, ഒന്നുകൂടെ പ്ലീസ്. പട്ടി നിന്നോടല്ലേ പറഞ്ഞു? ഇനി ഞാൻ മാവിന്റെ മണ്ടേ തന്നെ നിന്ന മമ്മിയും പപ്പിയും നമ്മളെ നോക്കി വരും. ഇല്ല, അവളവർ രണ്ടും കിച്ചണിൽ തന്നെയാണ്. ഇന്ന് ആർക്കും ഗസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ചേച്ചി ഇപ്പൊ ഒന്ന് പറിച്ചാ. വെറുതെ ഒന്നല്ലല്ലോ, ഓരോന്നിനും 5 രൂപ ചേരുന്നില്ലേ? ഓ, ഇവനെ കൊണ്ട് ഞൊടിഞ്ഞുകൊണ്ട് 9 വയസ്സുകാരിയായ ടെസ്സ 2 മാങ്ങ കൂടെ പറിച്ച് താഴേക്ക് എറിഞ്ഞു. ഒക്കെയും കഴിഞ്ഞ് താഴെ ഇറങ്ങാൻ നേരമാണ് അതുവരെ ഇല്ലാത്തൊരു വെപ്രാളം ടെസ്സയ്ക്ക് തോന്നിയത്. കുറച്ച് ഉയരത്തിലുള്ള കൊമ്പിലാണ് ആടെ ഇരുത്തു. താഴെ നിന്ന് ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ച് ജോ ഇറങ്ങാൻ ആക്ഷൻ ഇടുന്നുണ്ട്. അതേ സമയം തന്നെയാണ് മുറ്റത്തൊരു കാർ വന്നിന്ന്. കാറിന്റെ ശബ്ദം കേട്ടതും ജോ ജീവനും കൊണ്ട് ഓടി. വീടിന്റെ സൈഡിലായിട്ടാണ് മാവുള്ളത്, അതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണില്ല. ടെസ്സക്ക് ആ പേടി പോലെ തോന്നി. മാവിന്റെ മണ്ടയിൽ കയറിയെന്നങ്ങനെ മമ്മയോ പപ്പയോ അറിഞ്ഞാൽ നല്ല പെട കിട്ടും. കൂടെ നിന്ന് തന്നെയാണെങ്കിൽ പേടിച്ച് ഓടുകയും ചെയ്തു. മരക്കൊമ്പിൽ തന്നെ പിടിച്ചിരിക്കുമ്പോഴാണ് ചോണനുറുമ്പിന്റെ കടിയുണ്ടത്. പിന്നെ ഒരു കൂട്ടം ഉറുമ്പ് വന്ന് അവളെ പൊതിഞ്ഞു. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ടെസ്സ താഴേക്ക് തുള്ളി. പിന്നെ ഓർമ്മയുള്ളത് ഹോസ്പിറ്റലാണ്. മമ്മയും പപ്പയും തല്ലിയൊന്നുമില്ലെങ്കിലും ചെറുതായി വഴക്ക് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് അവൾ മരിയയെ ബ്രാഹ്മണിയൊക്കെ കാണുന്നത്. അവരുടെ കൂടെ ഒരു പയ്യനും. അന്നും മുഖത്ത് ചിരിയൊന്നുമില്ല. ആരോടോ ഉള്ള വാശി പോലെ മുഖവും കയറ്റിയൊരു നൃത്തം. പിന്നീടുള്ള കുറച്ച് ദിവസം തൊട്ടും തലോടിയും ജോ ടെസ്സയുടെ പുറകെ തന്നെയായിരുന്നു. ചെക്കന് നല്ല കുറ്റബോധം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകവേ ഇരു വീട്ടുകാർ തമ്മിലുള്ള അടുപ്പം കൂടി വന്നു. ആദ്യമൊക്കെ ഡെറിയുടെ പിന്നാലെ ടെസ്സയും ജോയും നടന്നെങ്കിലും അവന്റെ അടുപ്പക്കുറവ് മനസ്സിലാക്കി അവനെ CBSE പൊട്ടനാക്കി തള്ളിക്കളഞ്ഞു.
അങ്ങനെ ദിവസവും വർഷങ്ങളും മുന്നോട്ട് വീണ്ടും പോയി. ടെസ്സ +2 കയറിയ സമയം. ഡെറി PG ചെയ്യുന്നു. ടെസ്സക്ക് ഫസ്റ്റ് ടൈമിൽ എക്സാമിന് അക്കൗണ്ടൻസിലും മാത്സിലും മുട്ട കിട്ടിയതോടെ തൽക്കാലത്തേക്ക് അവളുടെ ഗുരുവായി ഡെറിയെ നിയമിച്ചു. +1 പഠിക്കുമ്പോൾ പുറത്ത് ട്യൂഷൻ പോയിട്ട് ഒരു ഉപകാരവും കാണാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ശ്രമം എബ്രഹാം മുന്നോട്ട് വെച്ചത്. അത്ഭുതമോ ഡെറിയോടുള്ള പേടിയെന്തോ അടുത്ത എക്സാമിന് ടെസ്സക്ക് 2ലും പാസ് മാർക്ക് കിട്ടി. ആ സന്തോഷത്തിൽ അന്ന് 2 വീട്ടിലും ബിരിയാണി ആയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡെറിക്ക് പുതിയൊരു സ്റ്റുഡൻസിനെയും കിട്ടി, ജോഷിനെ. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ജേക്കബ് ഒരു തുക അവന്റെ അക്കൗണ്ടിലേക്ക് മാസം ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അക്കൗണ്ടൻസിലെ ഒരു അക്കൗണ്ട് കൊണ്ടിരിക്കുകയാണ് ടെസ്സ. എത്ര നോക്കിയിട്ട് അവളുടെ ബാലൻസ് ഷീറ്റ് ടാലിയാവുന്നില്ല. പാർട്ട്നേഴ്സ് അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ നോക്കി. എന്നിട്ട് ഇവിടെ ബാലൻസ് ഷീറ്റ് ടാലിയാവാത്തതിന്റെ എല്ലാ പിരിമുറുക്കളുടെ മുഖത്ത് കാണാം. തൊട്ടടുത്ത് ജോ ട്രിഗണോമെട്രി എടുത്ത് ഇരിപ്പാണ്. ആ ഇരുത്തം കണ്ടാലറിയാം കിളി പോയിട്ടുള്ള ഇരുത്തമാണ്. കുറച്ചു കഴിഞ്ഞ് ഡെറി സ്റ്റഡി റൂമിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇക്വേഷനുകളോട് മല്ലിടുന്ന ജോഷിനെയാണ്. നോട്ടൺ ടെസ്സയിലേക്ക് എത്തിയപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരുത്തൻ കണ്ണും പൂട്ടി വായുവിൽ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ഒരുത്തി പെണ്ണിന്റെ മൂടിയും കടിച്ച് അട്ടത്ത് നോക്കി ആലോചിക്കുകയാണ്. എന്ത് ടാലിയായില്ലേ? എത്ര നോക്കിയിട്ടും ടാലിയാകുന്നില്ല പറഞ്ഞുകൊണ്ട് അവന് നേരെ നോട്ടം എറിഞ്ഞു. ഡെറി ടെസ്റ്റിലെ ചോദ്യം അവളുടെ ഉത്തരം നോക്കുമ്പോൾ ടെസ്സ വെറുതെ സ്റ്റഡി റൂം ചുറ്റും നോക്കി. നോട്ടൻ ജോയിലേക്ക് എത്തിയപ്പോൾ അവൾ ചിരി വന്നു. അതേസമയം തന്നെയാണ് ടെസ്സക്ക് ഡെറിയുടെ കയ്യിൽ നിന്നൊരു കൊട്ട് തലക്ക് കിട്ടിയത്. ഇങ്ങനെ തിരിഞ്ഞു കളിച്ചാൽ തെറ്റിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ പറഞ്ഞുകൊണ്ട് ഡെറി അവളുടെ മിസ്റ്റേക്കെല്ലാം മാർക്ക് ചെയ്തു. പിന്നെ അത് അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആദ്യം അവനെ അവൾ കേട്ടിരുന്നുവെങ്കിലും പിന്നെ വെറുതെ നോക്കുക മാത്രം ചെയ്തു. അങ്ങനെ നോട്ടിൽ നിന്നും നോട്ട് അലസമായി അവന്റെ മുഖത്ത് തന്നെയായി. അല്പം കട്ടിയുള്ള പുരികമാണ്. നെറ്റിലായി ആ മുടി ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അത് 5 മിനിറ്റ് കൂടുമ്പോൾ വലം കൈയാൽ കോതി ഒതുക്കും. കറുപ്പും കാപ്പിയും കലർന്ന കണ്ണാണ് അവന്. അതിന് ചുറ്റും നല്ല കട്ടിയിൽ തന്നെ പീലികൾ നിറഞ്ഞിട്ടുണ്ട്. പെമ്പിള്ളേർക്ക് പോലും ഇത്രയും ലാഷസ് കാണത്തില്ല ചിന്തിച്ചുകൊണ്ട് നോട്ട് അവന്റെ പൊടിമീശയിലും താടിയിലുമൊക്കെ എത്തി. അങ്ങനെ മൊത്തത്തിൽ അവനെ കണ്ണുകൊണ്ട് ഒഴിയുമ്പോഴാണ് വീണ്ടും തലക്ക് കുട്ടിയിട്ടിയത്. നിനക്ക് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാവുന്നുണ്ടോ? തറപ്പിച്ച് നോക്കുന്നവനെ കാണാൻ ആദ്യം തലയാട്ടിയെങ്കിലും പിന്നെ ചുമലുകൂച്ചില്ലെന്ന് കാണിച്ചു. ഡെറി തവണ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ടെസ്സ നല്ലവണ്ണം ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ചെവി പിടിച്ചു വന്നാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയേ ടെസ്സക്ക് മനസ്സിലായി തനിക്ക് ഡെറിയോട് ക്രഷാണെന്ന്. അത് വെറും ക്രഷ് മാത്രമല്ലെന്ന് മനസ്സിലാക്കാൻ ടെസ്സക്ക് അത്തവണത്തെ ക്രിസ്മസ് വേണ്ടി വന്നു. ക്രിസ്മസ് വെക്കേഷന് ഡെറിയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിരുന്നു. അവരൊരു 10-15 പേരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു എമ്മ കുര്യൻ. പക്ഷെ എമ്മയ്ക്ക് ഡെറിയോടുള്ള പെരുമാറ്റവും ഇടപഴകലും കാണാൻ ടെസ്സക്ക് എമ്മയ്ക്ക് ഡെറിയെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ അധികം സമയമെടുത്തില്ല. എമ്മ എപ്പോഴും ഡെറിയെ ചുറ്റിപ്പറ്റി നടക്കാൻ ശ്രമിക്കുന്നതാണ് ടെസ്സയുടെ നെഞ്ചിലെ ഒരു കനം. എങ്കിലും ഡെറി എല്ലാവരോടും ഇടപഴകുന്ന പോലെ മാത്രമേ അവളോട് അടുപ്പം കാണിക്കുന്നുള്ളൂ എന്ന് കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. ഈ ടെൻഷൻ ഒട്ടും ഹാൻഡിൽ ചെയ്യാനാവാതെ വന്നപ്പോൾ ടെസ്സ പോയി എമ്മയോട് ചോദിച്ചു. ആദ്യമൊന്ന് നാണിച്ചെങ്കിലും എമ്മ അവൾക്ക് അവനെ ഇഷ്ടമാണ് സമ്മതിച്ചോടെ ടെസ്സയുടെ ഉള്ള സമാധാനം കൂടി പോയി. അന്ന് രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഡെറിയോടുള്ള തന്നെ മനോഭാവം. പിന്നെ അധികം വൈകിക്കാതെ ന്യൂ ഇയറിന്റെ തലേന്ന് കണ്ണും പൂട്ടി അവനോട് ഇഷ്ടം പറഞ്ഞു. ആദ്യം കുറച്ച് സമയം മൗനമായെങ്കിലും ഇത് പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് കുറച്ച് ഉപദേശവും കൊടുത്ത് ഡെറി പോയി. അപ്പോഴാണ് മറവിൽ നിന്ന് ജോ പൊന്തി വന്ന് കണ്ണു നിറച്ച് നിൽക്കുന്നവളെ കാണേ സത്യം പറഞ്ഞാൽ ജോക്കെന്ന് ശരിയാണോ എന്ന്. അന്നു മുതൽ ടെസ്സ സ്വയം ഓം ശാന്തി ഓശാനയിലെ നസ്രിയായും ഡെറിയെ നിവിൻ പോളിയായും പ്രഖ്യാപിച്ചു. പക്ഷെ അവർക്കൊരു കുഞ്ഞുണ്ടായാൽ കൊന്നാലും ഡെറിയുടെ എക്സിന്റെ പേരില്ലെന്നവൾ അന്നേ തീരുമാനിച്ചിരുന്നു. ആദ്യത്തെ റിജക്ഷൻ കിട്ടി വീണ്ടും മനസ്സ് മാറിയെന്നറിയാൻ ടെസ്സ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് പ്രപ്പോസ് ചെയ്തു. അന്ന് പറഞ്ഞ് നീ ഇപ്പൊ പഠിക്കേണ്ട പ്രായ, അതുകൊണ്ട് ആദ്യം പോയി പഠിച്ച് പാസ്സാവ് നോക്ക് എന്ന്. പിന്നീട് അങ്ങോട്ട് ടെസ്സ മരിച്ച് പഠിപ്പായിരുന്നു. വീട്ടുകാർക്കെല്ലാം അവളുടെ മാറ്റത്തിൽ വലിയ അത്ഭുതമായിരുന്നു. പിന്നെ അവൾ പ്രപ്പോസ് ചെയ്ത് എക്സാം റിസൾട്ട് വന്ന അന്നായിരുന്നു. പാസ്സായി എന്ന് ഉറപ്പായപ്പോൾ ഫോണും പിടിച്ച് ഓടി അവന് മുമ്പിൽ പോയി വീണ്ടും പറഞ്ഞു. അപ്പോഴും ശങ്കരൻ തെങ്ങുമേ തന്നെ എന്ന പോലെ പഠിക്കുമെന്ന്. അങ്ങനെ പഠിച്ച് ടെസ്സ ഇപ്പോൾ M.Com വരെ എത്തി. ഇതിനിടയിൽ കത്തിലൂടെയും മെസ്സേജിലൂടെയും നേരിട്ടുമായി ടെസ്സ ഒരു 500 തവണയെങ്കിലും അവനോട് ഇഷ്ടം പറഞ്ഞാണ്. എല്ലായ്പ്പോഴും പഠിക്കാൻ പറയില്ലാതെ ഒരു തവണ പോലും ഡെറി അവളോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ഇഷ്ടമുള്ള പോലെ പെരുമാറുകയും ചെയ്തിട്ടില്ല. ടെസ്സ വാ ഇറങ്ങ്. ഡെറിയുടെ ശബ്ദമാണ് ടെസ്സയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡെറി അവളെയും കാത്തു നിൽക്കുന്നത് കണ്ടു. അവന്റെ പുറകെ പോയി വലം കൈയിലായി കൈ ചുറ്റിയപ്പോൾ ചെറിയൊരു തുറിച്ചുനോട്ടം കിട്ടിയെങ്കിലും അത് കാണാത്ത പോലെ ടെസ്സ അവനെയും ചുറ്റി പിടിച്ച് മുന്നോട്ട് നടന്നു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഡെറിയുടെ ചുണ്ടിന്റെ കോണൊന്ന് വിടർന്നു. 1 ഇറ്റാലിയൻ ആൽഫ്രെഡോ ആൻഡ് 1 കോൾഡ് കോഫി, 2 ഓർഡർഡ് ഫ്രൈസ്, 1 സ്ട്രിപ്സ്, 2 പ്ലേറ്റ് ഷവർമ, 2 മോമോസ്, 1 ക്ലബ്ബ്, പിന്നെ ബ്ലൂബെറി മൊജിറ്റോ, 1 കോഫിയും. ബാക്കി പിന്നെ പറയാം കേട്ടോ. ഇപ്പൊ ആദ്യം ഇതെടുത്തോ. ടെസ്സയുടെ ലിസ്റ്റുകൾക്ക് ചെറിയൊരു അമ്പരപ്പോടെ വെയിറ്റർ തിരിച്ചുപോയി. അപ്പോഴാണ് ഡെറിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. അവിടെ നിന്ന് സംസാരിക്കുന്നവന്റെ മുഖത്ത് തന്നെയായിരുന്നു ടെസ്സയുടെ നോട്ടം. അവരിങ്ങനെ നോക്കിയിരിക്കാൻ ടെസ്സയ്ക്ക് വലിയ ഇഷ്ടമാണ്. എപ്പോഴും കൗരവം നിറഞ്ഞ മുഖമാണെങ്കിലും കാണാൻ നല്ല ചേരാണ്. ആ മുഖത്തെ ദേഷ്യത്തോടു പോലും അവൾക്ക് പ്രണയമാണ്.
പെട്ടെന്നാണ് എവിടെന്നോ പൊട്ടിമുളച്ച പോലെ ഡെറിയുടെ കോളേജ് ഫ്രണ്ട് പൊങ്ങി വന്ന്. അവർ തന്നെയായിരുന്നു കോളിലും. അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. കൂട്ടത്തിൽ എമ്മയെ കൂടെ കണ്ടതോടെ ടെസ്സയുടെ മുഖം എന്തിനോ ഒന്ന് വീർത്തു. ഡെറി ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ടെസ്സക്കരിയിലായി വന്നിരുന്നു. അവരും കൂടെ ടേബിളിൽ ജോയിൻ ചെയ്തു. ആഹാ, രണ്ടുപേരും ഡേറ്റിങ്ങിന് ഒന്നായിരുന്നോ? ഞങ്ങളൊന്ന് ശല്യായോ? കൂട്ടത്തിലെ വാ പോയ കോടാലി പോലെയുള്ള ആദി പറഞ്ഞു. മനു അവന്റെ കയ്യിൽ നല്ലൊരു നുള്ളു വെച്ച് കൊടുത്തു. ഇളിച്ചുകൊണ്ട് ആദി നേരെ നോക്കിയപ്പോൾ കണ്ടു തന്നെ തറപ്പിച്ചു പോകുന്ന ഡെറിയെ. ടെസ്സയാണെങ്കിൽ അത് കേട്ടോന്ന് പോലും സംശയമാണ്. അവളുടെ കണ്ണുകൾ ഡെറിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന എമ്മയിലാണ്. ഡെറിയെ നോക്കുമ്പോൾ കാണുന്ന അവളുടെ കണ്ണുകളിലെ നഷ്ടബോധം എന്തുകൊണ്ടോ ടെസ്സയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. അതേസമയം തന്നെ ആയിരുന്നു ഫുഡും കൊണ്ട് വന്നു. ഇനിയിപ്പോൾ ഓർഡർ ചെയ്താൽ കുറച്ചുകൂടെ ടൈം എടുക്കുന്നതുകൊണ്ടും അത്യാവശ്യം കഴിക്കാനുള്ളതുകൊണ്ടും അത് തന്നെ കഴിക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. മുഖം വീർപ്പിച്ച അവളെ ഡെറി കാണാത്ത പോലെ ഇരുന്നു. മാറിയോ, കെട്ടിയെടുക്കാൻ തോന്നിയ സമയം. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചൂടെ? ബാക്കിയുള്ളവരെ തിന്നാൻ സമ്മതിക്കില്ല. പിറുവിരുത്തുകൊണ്ട് ടെസ്സ സ്ട്രിപ്സ് എടുത്ത് കടിച്ചിരുന്നാൻ തുടങ്ങി. ഹലോ, നിങ്ങളൊന്നും ഇവിടെ? കുറച്ച് വിശേഷം പറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഡെറി ചോദിച്ചു. നിന്നോട് നേരിട്ട് പറയാൻ നേരിട്ട് നിൽക്കായിരുന്നു. എന്റെ കെട്ടുറപ്പിച്ചു, ഉടനെ തന്നെ കാണും. ഓ, കൺഗ്രാസ് എമ്മ. എന്ത് പെട്ടെന്ന്? എമ്മ പറഞ്ഞാൽക്ക് ടെസ്സ ഒന്ന് സ്റ്റെക്കായി. പിന്നെ ഒന്ന് പ്രോസസ്സായതും അതുവരെ വീർപ്പിച്ചു വെച്ച മുഖം ബൾബ് കത്തിച്ച പോലെ പ്രകാശിതമായി. അടുത്ത നിമിഷം ഡെറി ഒരു ഫോർമാലിറ്റി പോലെ തിരിച്ചു ചോദിച്ചും ടെസ്സയുടെ കണ്ണുകൾ കുറുകി. തലയും ചെരിച്ച് അവളുടെ നോട്ടം ഡെറിയിലേക്ക് നീണ്ടു. എങ്ങാനും ഒരു തുള്ളി നഷ്ടബോധം തപ്പി അവളവന്റെ മുഖം നിരീക്ഷിച്ചെങ്കിലും സദാസമയമുള്ള ഗൗരവം മാത്രമാണ്. ഏയ്, പെട്ടെന്നല്ല, എന്റെ കൊളീഗ് തന്നെയാ. കുറച്ചാളെ ആൾ ഇഷ്ടം പറഞ്ഞിട്ട് വീട്ടിലൊന്ന് ചോദിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. എന്തായാലും എന്തെങ്കിലും ഒന്ന് സെറ്റിൽഡ് ആവണ്ടേ? അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ബെറ്റർ. എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ ചൂസ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചൂസ് ചെയ്യുക. പറയുമ്പോൾ എമ്മയുടെ നോട്ടം ഡെറിയിലേക്കും അവന് തൊട്ടരികിലെ അവനെ ഒട്ടിയിരിക്കുന്ന ടെസ്സയിലുമായിരുന്നു. ഇളഞ്ചിരിയോടെ എമ്മ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വല്ലാത്തൊരു മൗന ആ ടേബിളിൽ നിറഞ്ഞു. അവളുടെ വാക്കുകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന വേദന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ചെയ്യാനാവില്ല. പണ്ടെങ്കിലും എവിടെയോ വായിച്ചൊരു കോട്ട് പോലെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാനാണ് പ്രയാസം. അടുത്ത നിമിഷം മൗനത്തെ ഭേദിച്ചുകൊണ്ട് ടെസ്സയുടെ ഫോൺ റിങ് ചെയ്തു. എടുത്തു നോക്കുമ്പോൾ മറിയാമയാണ്. വരുമ്പോൾ എല്ലാവർക്കും ഫുഡ് മേടിക്കാനാണ് വിളിച്ചത്. പിന്നെ ഓരോന്ന് പറഞ്ഞ് ആദ്യ വിഷയം മാറ്റി. ഫുഡ് കഴിച്ച് ബില്ല് കൊടുത്തത് എമ്മയായിരുന്നു. അവളുടെ കെട്ടുറപ്പിച്ചതിന്റെ ട്രീറ്റ് ആണെന്ന് പറഞ്ഞ് ഡെറിയെ കൊടുക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. അവർ പോയതിനു ശേഷം കുറെ സമയം ആളിൽ ചുറ്റിത്തിരിഞ്ഞു. ടെസ്സയ്ക്ക് വേണ്ടൊക്കെ വാങ്ങിച്ചു കൂട്ടിയൊക്കെ ആയിരുന്നു ഇരുവരും തിരിച്ചത്. പോകുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകം ഫുഡ് വാങ്ങാനും മറന്നില്ല. ഡെറിച്ച ഡെറിച്ച എന്താടി? എമ്മ ചേച്ചിക്ക് ഡെറിച്ചന് ഇഷ്ടമാണെന്ന് ഡെറിച്ചന് അറിയായിരുന്നോ? സീറ്റിൽ ചാരിക്കണമെന്ന് ചോദിക്കുന്നവൾ ഡെറി ഒന്ന് ഇരുത്തി നോക്കി. പറയൂ പ്ലീസ്. അവള് പറയും വരെ എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ എന്റെ താല്പര്യക്കുറവ് ഞാൻ പറഞ്ഞു. ഷീ ആക്സെപ്റ്റ് ഇറ്റ്. ഓ, അപ്പൊ ചേച്ചിയോട് എന്താ പറഞ്ഞ്? പഠിക്കാനോ? വീണ്ടും ടെസ്സൊക്കെ സംശയം. പക്ഷെ ഇത്തവണ ഡെറി നല്ല രീതിയിലൊന്ന് തറപ്പിച്ചു നോക്കി. അതോടെ ടെസ്സ വായിക്ക് സിബിടുന്ന ആക്ഷൻ വിട്ട് തലയിടത്തോട്ട് ചിരിച്ച് പുറം കാഴ്ചയിൽ കണ്ണിട്ടു. ഒന്ന് പറഞ്ഞാലെന്താ, ഒന്നും പോലും തോറ്റുപോകും. പിറുപിറുത്തുകൊണ്ട് ടെസ്സ കണ്ണും പൂട്ടി സീരിയൽ ചാരിക്കിടന്നു. ആ കിടത്തിൽ എപ്പോഴോ അവൾ ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ ഉണർന്നപ്പോൾ കാണുന്നത് ഹാളിലെ ഫാനാണ്. കണ്ണും തുടച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ടു മേത്തുള്ള ഒരു പുതപ്പ്. അപ്പുറം ഡൈനിങ് ഹാളിൽ എല്ലാവരുടെയും കലവില കേൾക്കുന്നുണ്ട്. ടെസ്സ കണ്ണു നിരുമി മുകളിലേക്ക് പോയി. കഷ്ടിച്ചൊന്ന് ഫ്രഷായി വന്ന് വീണ്ടും കട്ടിലേക്ക് വീണു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. വീണ്ടും ഒരു ക്രിസ്മസ് അവധി. അടുത്ത ക്രിസ്മസിന് ഡെറിയുടെ പെണ്ണും കൂടെ കാണും. എല്ലാത്തിനും ഫോൺ പിടിച്ച് മൂലക്കിരിക്കുന്ന ടെസ്സയെ നോക്കിയാണ് ആലീസ് അത് പറഞ്ഞ്. അപ്പൊ തന്നെ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടമട്ടിൽ ടെസ്സ ഞെട്ടി നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് തപ്പി ഭ്രാന്താണോ? ഡെറിച്ചനെ കൊണ്ട് കെട്ടിക്കാൻ നടക്കുക? അതെന്താ, എന്റെ ചെറുക്കന് കെട്ടണ്ടേ? 10-27 വയസ്സായില്ലേ? അവന്റെ കൂടെയുള്ളതങ്ങളൊക്കെ കെട്ടിത്തുടങ്ങി. ഞാൻ അഭിച്ചനോട് പറഞ്ഞിട്ടുണ്ട് അവന് പറ്റിയ വല്ലവരെയും നോക്കാൻ. 1-2 പിള്ളേരെ കണ്ടും വെച്ചിട്ടുണ്ട്. അവന് വേറെ ഇഷ്ടമൊന്നുമില്ലാത്തതുകൊണ്ട് ഇനി അറേഞ്ച്ഡ് മാരേജ് നോക്കണം. പിടിച്ച പിടിയാരെ അങ്ങ് കെട്ടിക്കണം. അല്ലെങ്കിൽ എന്റെ ആങ്ങളൊരുത്തനില്ലേ, അവനെ പോലെ നടക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ട്രെൻഡേ. പിന്നെ നീ അറിഞ്ഞില്ലേ, കത്രീനയുടെ ഇളയർക്കിനില്ലേ, അവൻ ബാംഗ്ലൂരിലെ ഒരു പഞ്ചാബി പെണ്ണുമായിട്ട് ലിവിങ് റിലേഷനിലാണത്രേ. ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേ ആനി പറഞ്ഞതാ. ടെസ്സയുടെ മനസ്സിലൊരു ബോംബും പൊട്ടിച്ചുകൊണ്ട് ആലീസും മരിയും അടുത്ത ചർച്ചിലേക്ക് കടന്നു. ടെസ്സ വേഗം ഫോൺ എടുത്ത് മുറിയിലേക്ക് ഓടി. എന്തൊക്കെയാ ആലോചിച്ചവളുടെ കണ്ണ് നിറയുന്നുണ്ട്. മമ്മയോടും പപ്പയോടും മറിയാമ്മയോടും അബ്രാം പപ്പയോടൊന്നും തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയാത്തതിലൊരു ടെൻഷൻ. മറിയാമ്മയ്ക്കും അബ്രാം പപ്പയ്ക്കും തന്നോട് ദേഷ്യമാവൂ അവരുടെ മകനെ സ്നേഹിച്ചതിൽ. തന്നെ പോലെ ഒരു മരുമകളെ അവർക്ക് വേണ്ടെങ്കിലോ? അതൊക്കെ പോട്ടെ, ഡെറിച്ചന് ഇന്നേവരെ തന്നെ ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇനി എൻ്റെ ഇഷ്ടം ഒരു ബാധ്യതയായിരുന്നു. എന്നെ ഒരു പെങ്ങളെ പോലെയാണ് കാണുന്നെങ്കിലോ? 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധോർത്ത് വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞതായിരിക്കുമോ? ടെസ്സക്ക് നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി. കുറ്റബോധവും ഡെറിയിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടാത്തതും. ആ കിടത്തിൽ കരഞ്ഞു പിന്നെ എപ്പോഴാവൾ ഉറങ്ങിയെന്ന് അവൾ പോലും അറിഞ്ഞില്ല.
ടേസിയ നിന്നെ അമ്മ വിളിക്കുന്നു. വാതിലിൽ തുടരെ മുട്ടിക്കൊണ്ടുള്ള ജോഷിന്റെ വിളി കേട്ടാണ് ടെസ് എണീറ്റ്. ആ വരുന്നു. അടഞ്ഞുപോയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ഹെഡ് ഡ്രസ്സിൽ കുറച്ച് സമയം ചാരിയിരുന്നു. തല പൊട്ടും പോലൊരു തലവേദന. ഒന്ന് ഫ്രഷായി താഴെ ഇറങ്ങി അവളെ കാണെ വൈകിണീറ്റിന് വഴക്ക് പറയാൻ തുടങ്ങിയ ആലീസോ നിന്നു. പിന്നെ അവൾ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ പനിയുണ്ടോ നോക്കി കട്ടനുണ്ടായി കൊടുത്തു. പിന്നെ 2-3 ദിവസം ടെസ് ആ ഗ്ലൂമി ആയിരുന്നു. വൈ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവൾ അധികം ശല്യം ചെയ്തില്ല. വെറുതെ പോലും ടെസ് ആ ദിവസങ്ങളുടെ ഡെറിയുടെ മുമ്പിൽ പോയിരുന്നില്ല. നാളെയാണ് ന്യൂ ഇയർ. അതിന്റെ ആഘോഷം എന്ന പോലെ പടക്കം പൊട്ടിച്ച് എല്ലാവരും ആഘോഷിക്കുകയാണ്. എല്ലായിടത്തും കേക്ക് മുറിയും പടക്കമൊക്കെയാണ്. ഇന്നിനി ആർക്കും ഉറക്കമൊന്നും കാണില്ല. ടെസ് അവളുടെ മുറിയിലെ ജനൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഡെറിയുടെ വീട്ടിൽ കാർപോച്ചിരുന്ന് വെള്ളമടിക്കുന്ന അപ്പന്മാരെ കണ്ടത്. പിന്നെ ഒട്ടും താമസിക്കാതെ ടെസ്സയും അമ്മച്ചിമാരുടെയും ജോഷിന്റെയും കണ്ണും വെട്ടിച്ചൊരു കുപ്പിയെടുത്ത് വെള്ളം പോലും ചേർക്കാതെ കുടിച്ചു തീർന്നു. ഒരു 5 മിനിറ്റ് ടെസ് ആ നിൽപ്പ് തന്നെ നിന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഭൂമി കറങ്ങുന്ന പോലെ. മുന്നിലുള്ളതെല്ലാം 10ആയിട്ടാണ് കാണുന്നത്. കുഴഞ്ഞു പോകുന്ന ശരീരത്തോടെ അവൾ കുറച്ച് സമയം സോഫയിൽ തന്നെ ചാരിയിരുന്നു. അതേസമയം തന്നെയാണ് ജോഷ് ഫോൺ ചാർജ് ചെയ്യാൻ വന്ന്. ടെസ്സയുടെ ചാഞ്ഞിരുത്തം കണ്ട് ഒരു സംശയത്തോടെ അവനവളെ കുലുക്കി വിളിക്കാൻ തുടങ്ങി. ത്രേസ്യ. അടുത്ത നിമിഷം തന്നെ ഞെട്ടിണീറ്റ പോലെ ടെസ്സ കണ്ണു തുറന്നു. തന്നെ ചുറ്റിപ്പിടിച്ച് കരയുന്നവളെ കാണെ ജോ പയച്ചുകൊണ്ട് അടർത്തി മാറ്റാൻ നോക്കി. എന്നാ ത്രേസ്യേ, എന്നാ പറ്റി? നീ കുടിച്ചോ? എനിക്ക് തന്നില്ലടി പട്ടി. നിനക്ക് എവിടെ നിന്നിട്ടടി? ഒറ്റ കുടിച്ചിരിക്കുള്ളൂ. കണ്ടിട്ട് കൊതിയായിട്ട് ഓഫീസ് റൂമിന് പപ്പയുടെ ഫയൽസ് വെക്കുന്ന ടേബിളിന്റെ അടിയിന്ന് മോഹൻനിലയിൽ ടെസ് ഒരു വക പറഞ്ഞൊപ്പിച്ചു. നീയാണ് ചേച്ചി. എങ്കിൽ പിന്നെ ടേട്ടായി പോയിട്ട് വരട്ടാ. ആളുടെ താഴ്ത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞ ഓഫീസ് റൂമിലേക്ക് ഓടി. എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ? മൂക്കം വലിച്ച് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ടെസ്സ ഡെറിയുടെ വീട്ടിലേക്ക് പമ്മി നടന്നു. ഡെറിയുടെ മുറിയുടെ പുറത്ത് ടെസ്സ മുറിയാകൊന്ന് കണ്ണോടിച്ചു. ഇന്ന് അവൻ അവസാനമായിട്ടൊന്ന് കാണണം. ഇനി ഡെറിയെ ടെസ്സ കാണില്ലേ? അതിന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്കിൽ പിന്നെ പഠിക്കാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാം. അതിന് PGക്ക് പഠിക്കുന്നത് ഞാനിനി എന്തോന്ന് പഠിക്കാൻ? വല്ല CAക്കും പോവാം. വായുവിലായി കണക്കൂട്ടുന്നവളെ കണ്ടാണ് ഡെറി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കുറച്ചു ദിവസത്തിന് ശേഷം അവളെ കണ്ടത് അവന്റെ കണ്ണെന്ന് വിടുന്നു. അടുത്ത നിമിഷം അവളുടെ ചുവന്ന കണ്ണുമുഖവും പാറിപ്പറക്കുന്ന മുടിയും കാണാൻ അവന്റെ കണ്ണുറുകി. ടെസ്സ, what are you doing here? That is none of your business. കേട്ടോടാ? ഡെറി പറഞ്ഞേർക്കും മുമ്പേ ടെസ്സ ചീറിക്കൊണ്ട് അവനെ നെഞ്ചിലെത്തി. മറിഞ്ഞു വീഴാൻ പോയവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചവൻ. Don't touch me. ഒരു നിമിഷം അവന്റെ കണ്ണിൽ നോട്ടമുടക്കെങ്കിലും ചൊടിയോടെ പറഞ്ഞുകൊണ്ട് കുടയാൻ തുടങ്ങി. ടെസ്സ, നീ കുടിച്ചിട്ടുണ്ടോ? പല്ലും കടിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടാൽ അറിയാം ആള് കലിപ്പിലാണെന്ന്. ഉണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ തനിയെ മിസ്റ്റർ. എന്റെ കിഡ്നി, എന്റെ കരൾ, എന്റെ വൃക്ക, എന്റെ ശ്വാസശോകം, എന്റെ ശ്വാസകോശം, വാട്ട് എവർ. യു മൈൻഡ് യുവർ ബിസിനസ് ആൻഡ് ഐ മൈൻഡ് മൈ ബിസിനസ്. യു ഗോട്ട് ഇറ്റ്. അടഞ്ഞു പോകുന്ന കണ്ണുകൾ കഷ്ടപ്പെട്ട് വലിച്ചോർന്നുകൊണ്ടാണ് വീരവാദം. എന്നാൽ ഡെറിയുടെ നോട്ടം അത്രയും ചുവന്ന ചുണ്ടുകളിലാണ്. ആ ചലനം ഇങ്ങനെ നോക്കി നിൽക്കിയ ഉള്ളിൽ എന്തൊക്കെയോ വികാരം പൊട്ടിമുളക്കിയെന്ന പോലെ. ഒന്ന് തല ഉടഞ്ഞുകൊണ്ട് അവൻ തല വെട്ടിച്ചു. അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഏന്തി പിടിച്ചവന്റെ കഴുത്തിലായി അമർത്തി മുത്തി. ഒരു നിമിഷം ഡെറിക്ക് ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നി. സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുന്നവന്റെ അവസാന കെട്ടും പൊട്ടിക്കും പോലൊരു പ്രവൃത്തി. എന്താണ് നോക്കുന്നേ? ദിസ് ഈസ് മൈ അന്ത്യചുംബനം ഫോർ യു ആൻഡ് മൈ ലവ് ലൈഫ്. ഓക്കെ? അനിതന് താൻ എന്തൊരു ക്രൂവലാണോ? മങ്കി, ഡോങ്കി. തനിക്ക് കണ്ണി ചോരയുണ്ടോടാ ട്രാക്കുളെ? തനിക്ക് കിഡ്നി ഉണ്ടോ? ഓ സോറി, മൈ മിസ്റ്റേക്ക്. തനിക്കൊക്കെ ഹൃദയം ഉണ്ടോടാ? ഹൃദയം? അല്ലെങ്കിൽ ഞാൻ എത്ര കൊല്ലം തൻ്റെ പിന്നിങ്ങനെ തേരാ പോലെ നടക്കുന്നു. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? കാണുമ്പോ പഠിക്ക എന്ന് പറയാൻ താൻ ചാക്കോ മാച്ചിന് പഠിക്കണോ? ബ്ലഡി ബഗർ. ഇനി എനിക്ക് തന്നെ വേണ്ട. അമ്മമാര് പറയുമ്പോൾ താൻ പോയി ഏതിനും പെണ്ണിനെ കെട്ടിക്കാം. ഞാൻ പറഞ്ഞ അമേരിക്കക്കാരനെയും കെട്ടി. അല്ലെങ്കിൽ വേണ്ട, പല തുർക്കിക്കാരനെയോ ഇറ്റലിക്കാരനെയോ ഫ്രഞ്ചുകാരനെയോ. പറഞ്ഞു തീർക്കുമ്പോൾ തന്നെ ടെസ്സ ഡെറിയുടെ നെഞ്ചിലേക്കായി ഉറങ്ങി വീണിരുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ കോരിയെടുത്ത് അവന്റെ ബെഡിലായി കിടത്തി. തന്റെ മുറിയിൽ തന്റെ കൈക്കുള്ളിൽ തന്റെ പെണ്ണ്. നെഞ്ച് വിങ്ങും പോലൊരു ഇഷ്ടം തോന്നിയതും അവൻ ആ നെറ്റിയിൽ അമർത്തി മുത്തി. ഇനിയും കാത്തിരിക്കാൻ വയ്യ. മുന്നിലുള്ളവർക്ക് മെച്യൂരിറ്റി വരുന്നവരെ കാത്തിരിക്കാൻ ഇനി പറ്റില്ല. എന്ത് വേണം? എന്തിനെങ്കിലും നോക്കുന്നേ? ഇയാൾക്ക് ഇന്നെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഇയാൾ ഇന്നലെ ഇഷ്ടമല്ല, ഇനി ഞാനും ഇഷ്ടമില്ല.
അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനു ഇയാൾ ഇഷ്ടപ്പെടുന്നു? എനിക്ക് വേറെ ആളെ കിട്ടാനിട്ടാണോ? എന്നെ പോലെ സുന്ദരിയും സുമുഖിയും ആരോഗ്യ ദൃഢകാന്തിയും അഭ്യസ്ത വിദ്യയും സർവോപരി സൽഗുണ സമ്പന്നയായിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ ആൾക്കാര് ബീവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കുക. അറിയണോ തനിക്ക്? കെറുവാടെ പറയുന്നവളേക്കാണ് ആ നെറ്റിയിലൊന്ന് വിരൽ കൊണ്ടൊഴിഞ്ഞു. മതി, നിർത്തിക്കേ. നിർത്താൻ മനസ്സില്ലെങ്കിലോ? അതിന് ഏതെങ്കിലും നല്ല ഇച്ഛായനി കിട്ടി അങ്ങയുടെ 11 മക്കളെയും പ്രസവിച്ച് ഞങ്ങൾ ജീവിക്കൂടാ. വീണ്ടും വാശിയോടെ പറഞ്ഞേർക്കും മുമ്പേ ആളുടെ വാക്കുകളെ അവൻ സ്വന്തമാക്കിയിരുന്നു. ആദ്യമായി അറിയുന്ന ചുംബന ലാസ്യത്തിൽ ഒരു നിമിഷം ടെസ്സയുടെ കണ്ണുകൾ അടഞ്ഞു പോയെങ്കിലും ബോധം വന്ന പോലെ അവളങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഡെറിയുടെ കൈക്കരത്തിന് മുമ്പിൽ അവളുടെ ആ പിടച്ചിലൊന്നും വിലപ്പോയില്ല. അവളുടെ ഇരുതള്ളങ്ങളും അവൻ മത്സരിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയതും അവൻ ആധരങ്ങളെ സ്വതന്ത്രമാക്കി. കിതപ്പടക്കാൻ പാടുപെടുന്നവളെ അവനൊരു ചിരിയോടെ നെഞ്ചോട് ചേർത്തു. അവളും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനെ നെഞ്ചിൽ പതുങ്ങി. ഒന്ന് ഓക്കെ ആയി തോന്നിയതും അവൾ അവന്റെ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു മാറി. പെർമിഷൻ ഇല്ലാണ്ട് കിസ് ചെയ്യുന്നോടാ. അപ്പൊ മുന്നേ നീ എന്നെ കിസ് ചെയ്തോ? ഞാനാ എപ്പാ? വിക്കി വിക്കി പറയുന്നവളൊക്കെയാണ് അവന്റെ ചുണ്ടിന്റെ കോണെന്ന് വിടുന്നു. ഇന്നലെ രാത്രി കുടിച്ചെന്നെ മുറിവെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ചായം പറഞ്ഞുതരാം. ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയി കാണും. അങ്ങനെ എന്റെ മുറിയിൽ വന്ന് കയറി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കഴുത്തിൽ കിസ് ചെയ്തു. ഇനിയും സംശയമുണ്ടോ? ഉണ്ട്, ഞാൻ ഡീറ്റെയിലായിട്ട് ഒന്നുകൂടെ എല്ലാം പറഞ്ഞുതരാം. കുസൃതിയോടെയാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നയാൾക്ക് അവിടെ ഉള്ളൊന്ന് കാളി. ഇന്നലെ കുടിച്ചതിന് ശേഷം എന്താണ് നടന്നതെന്ന് ടെസ്സക്ക് ഒരു ഓർമ്മയില്ല. ഇപ്പൊ അവൻ പറഞ്ഞപ്പോൾ എവിടേക്കോ മങ്ങിയ ചില ഓർമ്മകൾ. ഇന്ന് രാവിലെ പക്ഷെ എണീറ്റത് സ്വന്തം റൂമിൽ തന്നെയാണ്. തറ പൊട്ടും പോലെ വേദനയായിരുന്നു എണീറ്റപ്പോൾ. അവൻ പറയുന്നതിലൊക്കെ എവിടേക്കോ ഒരു സത്യം പോലെ. എങ്കിലും ടെസ്സ വിട്ടുകൊടുത്തില്ല. എന്താണ് ചിരിക്കുന്നേ? തനിക്ക് ഞാൻ പറയും തമാശയായിട്ട് എടുത്തോ നീ? ടെസ്സ ചെറുഞ്ഞേനെ നിൽക്കുകയാണ്. ശരി, നിനക്കിപ്പോ ഞാൻ നിന്നെ കിസ് ചെയ്താണ് പ്രശ്നം. എങ്കിലൊരു കാര്യം ചെയ്യും, ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചെന്നേക്ക്. ചെറുതായി ഒന്ന് കുനിഞ്ഞുകൊണ്ട് ആളുടെ മുഖത്തിൽ നേരെ മുഖമടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ടെസ്സയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഇതെന്നാ പറ്റി? കർത്താവെ, തലക്ക് വല്ല അടിയുണ്ടോ? ഇന്നലെ വരെ മസിലും പിടിച്ച് മസിലളിയനെ പോലെ നടന്നിരുന്ന മനുഷ്യന് ദേണ്ടേ ഇപ്പൊ ഫ്ലേർട്ട് ചെയ്യുവാ. ഡെറിയെ തറപ്പിച്ചു കൊണ്ട് ഈസ മനസ്സിലായി ഉറപ്പിച്ചു. എന്ത് തിരിച്ചിരുന്നില്ലേ? അപ്പൊ ഇഷ്ടമായോ? ഒരു കുസ്തുതി ചിരിയോടെ തന്നോട് ചോദിക്കുന്നവനെ കാണെ ടെസ്സയുടെ ഉള്ള വിളിയും വെള്ളിയാഴ്ചയും കൂടെ പോയി. യാക്ക് വട്ട ഞൊടിഞ്ഞുകൊണ്ടവൾ മറിയാമ്മയുടെ അടുത്തേക്ക് ഓടി. ഒരു നിമിഷം കൂടെ നിന്ന് ചിലപ്പോൾ ടെസ്സ ആ ഉമ്മ തിരിച്ചൊടിക്കാനും ചാൻസ് ഉണ്ടേ. മാമ, പാപ്പ, മറിയാമ്മേ, അബ്രാം പാപ്പ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവരും രാത്രി ഒന്നിച്ച് പുറത്തു പോയതായിരുന്നു. ഫുഡും കഴിച്ച് ബീച്ചിലൂടെ നടക്കുമ്പോഴാണ് ടെസ് എന്തൊക്കെയോ തീരുമാനിച്ച പോലെ സംസാരിച്ചു തുടങ്ങിയത്. ഒരു നിമിഷം എല്ലാവരുടെയും നോട്ട് അവളിലായി. എന്തോ പ്രതീക്ഷിച്ച പോലെ എല്ലാവരുടെയും ചുണ്ടിൽ ചിരിയുണ്ടായിരുന്നു. അത് എനിക്ക് പഠിക്കണം. എന്തോന്ന്? ഏവളിത് എന്ത് തേങ്ങിയാ പറയുന്നേ എന്ന മട്ടിൽ ജോയാണ് ചോദിച്ചത്. ഏകദേശം എല്ലാവരുടെയും മുഖത്ത് അത് തന്നെയായിരുന്നു ഭാവം. പ്രതീക്ഷ കേൾക്കാത്തതിന്റെ നിരാശ വേറെയും. ഡെറിയുടെ മുഖമാണെങ്കിൽ ചുവന്നു വരുന്നുണ്ട്. ടെസ് വെറുതെ പോലും അവന്റെ മുഖത്ത് നോക്കിയില്ല. ഇപ്പോൾ അവരുടെ പ്രശ്നം തന്റെ ഇഷ്ടം കുടുംബത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നാണ്. എനിക്ക് പഠിക്കണം. ഞാൻ ചെന്നൈയിൽ CA ചെയ്യാൻ പോവാ. നീ ഇത് എന്നാക്കിയ കൊച്ചായി പറയുന്നേ? പ്ലീസ് എന്നോട് ചോദിക്കരുത്. PG കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ മുമ്പിലേക്ക് പോവാ. കണ്ണു നിറച്ച് പറയുന്നവളേക്കാണ് എല്ലാവർക്കും വല്ലാത്തൊരു അലിവ് തോന്നി. ഡെറി. അവൾ കരച്ചിലത്തിൽ തോന്നിയതും ജേക്കബ് ഡെറിയെ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്തു. എന്നാൽ ടെസ്സയാകെ ഞെട്ടി നിൽപ്പാണ്. രാവിലെ മുതൽ അവന്റെ പെരുമാറ്റത്തിലെ മാറ്റവും ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിന്നുള്ള ചേർത്ത് പിടിക്കലും. ടെസ്സ വെപ്രാളത്തോടെ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അവള് വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് എല്ലാവരും നിറഞ്ഞ ചിരിയാണ്. ടെസ്സ എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കി. നോട്ടം വീണ്ടും ഡെറിയിലേക്ക് നീട്ടി. ഇപ്പോൾ മുഖം സ്വല്പം ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ദേഷ്യ മുഖത്ത് കാണാം. ഇതൊക്കെ അത്ഭുതത്തോടെ ചോദിക്കുന്നവളെ കാണെ എല്ലാവരിലും ചിരി പൊട്ടി. നീ ഡെറിച്ചന്റെ പിന്നാലെ എടുക്കുന്നേ നമ്മുടെ വീട്ടിലെ പട്ടിക്കും പൂച്ചക്കും വരെ അറിയാം. 2-3 കൊല്ലം മുമ്പേ തന്നെ ഈച്ച 2 വീട്ടിലും കാര്യങ്ങൾ സെറ്റാക്കിയതാ. കിണിച്ചുകൊണ്ട് പറയുന്നവനെ കാണെ ടെസ്സയുടെ മുഖം വീർത്തു. എല്ലാവരുടെയും ചിരിച്ച മുഖം അതിനാക്കം കൂട്ടിയതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചാണേ. നോക്കോ, ഞാൻ ഇന്ന് തന്നെ ചെന്നൈക്ക് പോകും പറഞ്ഞുകൊണ്ട് കയ്യും വീശി മുന്നോട്ട് പോകുന്നവളെ കാണെ എല്ലാവരെയും നോക്കി ഡെറിയും മുന്നോട്ട് നടന്നു. ഞാനല്ലെങ്കിൽ പിന്നെ നിന്നെ ആര് ടച്ചാനടി ഗുണ്ടുമുളകെ. ഐ ഹേറ്റ് യു. ഐ ലവ് യു ടു. കാതോരം മന്ത്രണം പോലെ പറയുന്നവനെ കാണെ കാറ്റിൽ അലിഞ്ഞില്ലാതാവുന്ന പോലെ തോന്നിയവൾക്ക്. ആദ്യമായി അവനിൽ നിന്ന് തന്നെ ഇഷ്ടമാണെന്ന് കേട്ട എന്റെ തരിപ്പറച്ചുകൊണ്ട് ചോദിച്ചു. ഇത്തവണ കുറച്ചുകൂടെ അവളോട് കൂട്ടി ചുണ്ടോരം തട്ടിയില്ലെന്ന മട്ടിലാണ് ചോദ്യം.
ടെസ ശ്വാസം പിടിച്ചു വെച്ച് അവന്റെ കണ്ണുകളിൽ നോക്കി. ആത്മാവിൽ കുത്തിയിറക്കുമ്പോഴുള്ള ആ നോട്ടം സഹിക്കാനാവാതെ അവൾ നോട്ടം കടലിലേക്ക് നീട്ടി. നിലാവുള്ള രാത്രിയിൽ ഒരു ഇളം കാറ്റ് അവരെ തഴുകിപ്പോയതും ഒന്ന് കുളിർന്ന പോലെ ടെസ കുറുകി. തന്നെ ചെറുചാലിന്റെ പോലും ചിലപ്പോൾ നൂലിഴ വ്യത്യാസമുള്ള അത്തരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമെന്നോർത്ത് ശ്വാസം പിടിച്ച് നിൽക്കുന്നവളേക്കാണ് ഡെറി പറഞ്ഞു. അടുത്ത നിമിഷം ടെസ തലകുറച്ച് പുറകിലേക്ക് നീക്കി ശ്വാസം വലിച്ചു വിട്ടു. മൂന്നാം നിശ്വാസത്തിൽ ടെസ്സയുടെ അധരങ്ങൾ ഡെറി സ്വന്തമാക്കിയിരുന്നു. ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു. ഒടുക്കം അവൾക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നിയതും ഡെറി മനസ്സിലാ മനസ്സോടെ അവളിൽ നിന്ന് നടന്നു. You have no idea how much I was craving for this moment. I started loving you even before you have crush on me. മറ്റുള്ളവരെ പോലെ ചിലപ്പോൾ എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരിക്കാം. ബട്ട് ട്രസ്റ്റ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ മറ്റൊന്നിനെയും സ്നേഹിച്ചിട്ടില്ല. നിന്നെ മോഹിച്ച പോലെ മറ്റൊന്നിനെയും ഞാൻ മോഹിച്ചിട്ടില്ല. യു ആർ മൈ ഫസ്റ്റ് ആൻഡ് ഫോർ എവർ ലവ്. ജീവിതത്തിൽ ഇത്രയും സന്തോഷം നിറഞ്ഞ മറ്റൊരു സന്ദർഭം ടെസ്സയുടെ ഓർമ്മയിലില്ല. തന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയം പറയുന്നവനെ കാണെ ടെസ്സയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ആർ യു ഹാപ്പി? കൈയും പിടിച്ച് തിരയും വേണ്ടിയിരിക്കുമ്പോൾ തന്റെ തോളിൽ ചാഞ്ഞിരിക്കുന്നവളെ നോക്കി ഡെറി ചോദിച്ചു. നോ, എന്നെങ്കിലും 5 കൊല്ലം പുറകെ അടച്ച് ഞാനങ്ങനെ ഒറ്റയ്ക്ക് മറക്കൊന്നുമില്ല. ഞാനതിന് എന്ത് പരിഹാരം ചെയ്തടാ? നിന്റെ പിണക്ക് മാറുക. അതിന് മറുപടിയായി ടെസ്സ ഒരു ലുട്ടാപ്പിച്ചിരി പാസ്സാക്കിയതേ ഉള്ളൂ. ഇന്ന് രാത്രി പകലാകുന്നവരെ ഡെറിച്ച് എന്നെയും കൂട്ടി നിങ്ങളുടെ ബുള്ളറ്റ് ലോകം ചുറ്റണം. അതായിരുന്നു ടെസ്സയുടെ ഡിമാൻഡ്. അധികം മസിൽ പിടിക്കാണ്ട് ഡെറി അതിന് സമ്മതിച്ചു കൊടുത്തു. പിന്നെ പിറ്റേന്ന് ഉച്ചക്കാണ് രണ്ടുപേരും വീടെത്തിയത്. കോളേജും റൊമാൻസും വീക്കെൻഡ് ഡേറ്റിംഗ് ഒക്കെ ആയി ഇരുവരുടെയും ജീവിതം വളരെ കളർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെ കാണാത്ത ടെസ്സയുടെ നാണവും ഗൗരവക്കാരനായ ഡെറിയിലെ കാമുകനൊക്കെയും ഇരുവർക്കും പുതുമയാണ്. ഓരോ ദിവസവും ജീവിതത്തിലെയും പ്രണയത്തിലെയും പുതുമ കണ്ടെത്തിക്കൊണ്ടവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.